ഹലോ ഗൈസ്, വെൽക്കം ടു വൺസ്. സോ നമ്മൾ S3 ECയുടെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള അനലോഗ് സർക്യൂട്ട്സ് എന്നുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് BJT ബയാസിംഗ് സർക്യൂട്ട് എന്നുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. സോ BJT ബയാസിംഗ് സർക്യൂട്ട്സിൽ നമ്മൾ ഒരുപാട് സർക്യൂട്ട്സ് പഠിച്ചിട്ടുണ്ട്. ഫിക്സഡ് ബയാസ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസും അതിൻ്റെ അനാലിസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിക്സഡ് ബയാസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇൻ എ ഫിക്സഡ് ബയാസ് സർക്യൂട്ട് ഓക്കെ യൂസസ് എ സിലിക്കൺ ട്രാൻസിസ്റ്റർ. ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് ട്രാൻസിസ്റ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ. ട്രാൻസിസ്റ്റർ എന്താണ്? സിലിക്കൺ ആണ്. സോ ആ ഡാറ്റ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് VB-യുടെ വാല്യൂ ഒക്കെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ VBE ഈസ് ഈക്വൽ ടു 0.7 ആണ്. VBE ബേസ് എമിറ്റർ ജംഗ്ഷൻ വോൾട്ടേജ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.7 ഫോർ സിലിക്കൺ. അതുകൊണ്ട് സിലിക്കൺ ട്രാൻസിസ്റ്റർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫിക്സഡ് ബയാസ് സർക്യൂട്ട് ദാറ്റ് യൂസസ് എ സിലിക്കൺ ട്രാൻസിസ്റ്റർ വിത്ത് പവർ സപ്ലൈ വോൾട്ടേജ്. VCCയുടെ വാല്യൂ തന്നിട്ടുണ്ട് 12 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. VCC 12 വോൾട്ട് ആണ്. പിന്നെ RB എന്ന് പറയുന്നത് 240 കിലോ ഓം ആണ്. അതുപോലെ തന്നെ RC എന്ന് പറയുന്നത് 1.2 കിലോ ഓം ആണ്. ബീറ്റ എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഫിക്സഡ് ബയാസിന്റെ സർക്യൂട്ട് ഡയഗ്രം ആൾറെഡി അറിയാവുന്നതുകൊണ്ട് ആ സർക്യൂട്ടിലുള്ള കമ്പോണൻസും പാരാമീറ്റേഴ്സിന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. സോ വാല്യൂസ് ഞാൻ ഒന്നുകൂടെ പറയാം. VCC 12, RB 240, RC 1.2 കിലോ ഓം, ബീറ്റ 100. സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ABC ഇതൊരു essay ക്വസ്റ്റ്യൻ ആണ്. 3 സെക്ഷൻ ഉള്ളത്. A സെക്ഷൻ, B സെക്ഷൻ, C സെക്ഷൻ. അപ്പൊ A സെക്ഷനിൽ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് IB, IC ആൻഡ് VC ഈ 3 പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡ്രോ ദി ലോഡ് ലൈൻ ആൻഡ് മാർക്ക് ദി ക്യൂ പോയിന്റ്. നമ്മളോട് DC ലോഡ് ലൈൻ വരയ്ക്കാനും എന്നിട്ട് അതിൽ ക്യൂ പോയിന്റ് മാർക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ഇഫ് ബീറ്റ ഈസ് ഇൻക്രീസസ് ടു 150 വാട്ട് ഹാപ്പൻസ് ഇഫ് ബീറ്റ ഈസ് ഇൻക്രീസസ് ടു 150. ബീറ്റ 100 150 ആയിട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മാറ്റം സംഭവിക്കാൻ പോകുന്നത്? ക്യൂ പോയിന്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ആൻസർ ചെയ്യാം. ഫസ്റ്റ് A ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. A ക്വസ്റ്റ്യനിൽ IB, IC, VCE ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫിക്സഡ് ബയാസ് സർക്യൂട്ടിന്റെ ആൾറെഡി അതിന്റെ അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അനാലിസിസ് നമുക്ക് ഇതിന്റെ എല്ലാം ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആ ഇക്വേഷൻസ് എഴുതുക. നമ്മൾക്ക് കിട്ടിയ ഇക്വേഷൻസ് എന്ന് പറയുന്നത് IBയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? VCC മൈനസ് VBE ബൈ RB ആണ്. VCC മൈനസ് VBE ബൈ RB ആണ് IBയുടെ ഇക്വേഷൻ. ഇനി IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ? ബീറ്റ IB ആണ്. IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ IB ആണ്. ദെൻ VCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCC മൈനസ് ICRC ആണ്. VCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCC മൈനസ് ICRC. അപ്പൊ 3 പാരാമീറ്റേഴ്സിനും ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. IBയുടെ ഇക്വേഷൻ ഉണ്ട്, ICയുടെ ഇക്വേഷൻ ഉണ്ട്, VCയുടെ ഇക്വേഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം കണ്ടുപിടിക്കേണ്ടത് IB ആണ്. IB എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ VCC മൈനസ് VBE ബൈ RB ആണ്. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VCC എത്രയാണ്? 12. VCC 12 മൈനസ് VBE എത്രയാണ്? ഇതൊരു സിലിക്കൺ ട്രാൻസിസ്റ്റർ ആണ്. VBE നിങ്ങൾ എത്ര എടുക്കണം? 0.7 വോൾട്ട് എടുക്കണം. സോ 12 മൈനസ് 0.7 ഡിവൈഡഡ് ബൈ RB. RBയുടെ വാല്യൂ 240 കിലോ ഓം. 240 കിലോ ഓം എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ IBയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുക IB ഈസ് ഈക്വൽ ടു 47 മൈക്രോ ആംബിയർ ആണ് കിട്ടുക. IBയുടെ വാല്യൂ വളരെ ചെറുതാണ്. സോ 47 മൈക്രോ ആംബിയർ ആണ് കിട്ടുക. 47 × 10⁻⁻6. സോ 47 മൈക്രോ ആംബിയർ. അപ്പോൾ ഫസ്റ്റ് പാരാമീറ്റർ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് IB 47 മൈക്രോ ആംബിയർ കിട്ടും. ഇനി രണ്ടാമത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? IC ആണ്. ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ. എന്താ ഇക്വേഷൻ? IC ഈസ് ഈക്വൽ ടു ബീറ്റ IB എന്നുള്ള റിലേഷൻ. ബീറ്റ എത്രയാണ്? 100 ആണ്.
സോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഐ സി ഇസ് ഈക്വൽ ടു ബീറ്റ ഐ ബി. സോ ഐ സി ഇസ് ഈക്വൽ ടു ബീറ്റ 100 ഇൻറ്റു ഐ ബി 47 ഇൻറ്റു 10⁻⁻6 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4.7 മില്ലി ആംബിയർ കിട്ടും. 4.7 മില്ലി ആംബിയർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. മില്ലി ആംബിയർ 4.7 മില്ലി ആംബിയർ ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ രണ്ടാമത്തെ പാരാമീറ്ററും കിട്ടിയല്ലോ, ഐ സിയും കിട്ടി. ഇനി മൂന്നാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് വി സി ആണ്. വി സിയുടെ ഇക്വേഷൻ വി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി ആണ്. വി സി സി മൈനസ് ഐ സി ആർ സി ആണ്. വി സി സി എത്രയാണ്? 12 ആണ്. 12 മൈനസ് ഐ സി എത്രയാണ്? 4.7 മില്ലി ആണ്. സോ 4.7 ഇൻറ്റു 10⁻³ ഇൻറ്റു ആർ സി 1.2K ആണ്. ദാറ്റ് ഈസ് 1.2 ഇൻറ്റു 10⁻³ സോ 12 മൈനസ് 4.7 ഇൻറ്റു 1.2 ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടുക 6.36 വോൾട്ട് ആണ് കിട്ടുക. 6.36 വോൾട്ട്. 6.36 വോൾട്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനില് 3 പാരാമീറ്റേഴ്സും കിട്ടി. ഐ ബി കിട്ടി, ഐ സി കിട്ടി, വി സി കിട്ടി. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായി? കംപ്ലീറ്റ് ആയി. ഡ്രോ ദ ലോഡ് ലൈൻ ആൻഡ് മാർക്ക് ദി ക്യൂ പോയിന്റ് എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡ്രോ ദി ലോഡ് ലൈൻ ആൻഡ് മാർക്ക് ദി ക്യൂ പോയിന്റ്. അപ്പൊ നമ്മൾ എവിടെ ഈ ലോഡ് ലൈൻ വരയ്ക്കുക? ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിലാണ് ലോഡ് ലൈൻ വരയ്ക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഔട്ട്പുട്ട് ക്യാര നോക്കാം. സോ ട്രാൻസിസ്റ്ററിന്റെ കേസിൽ ഔട്ട്പുട്ട് ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സി ഇ വേഴ്സസ് എന്താണ്? വി സി ഇ വേഴ്സസ് ഐ സി ആണ്. ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ഐ ബി. ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ഐ ബി നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്പുട്ട് ക്യാര വരയ്ക്കാം. അപ്പൊ ഇതുപോലെയാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരിക. ഫോർ ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ഐ ബി, IB1, IB2, IB3, IB4, ഡിഫറെന്റ് വാല്യൂസ് ഓഫ് ഐ ബി നമുക്ക് ഔട്ട്പുട്ട് ക്യാര കിട്ടും. അപ്പൊ ഇതിൽ വരയ്ക്കുന്ന സ്ട്രൈറ്റ് ലൈൻ ആണെന്ത്? ലോഡ് ലൈൻ എന്ന് പറയുന്നത്. സോ ലോഡ് ലൈനിന് 2 എൻ പോയിന്റ്സ് ഉണ്ട്. അത് നമുക്ക് ഈ ഇക്വേഷനിൽ എന്ത് കിട്ടും? 2 എൻ പോയിന്റ്സ് കിട്ടും. എക്സ് ആക്സിലാണ് ഒരു എൻ പോയിന്റ്. സോ എക്സ് ആക്സിലെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ ഏതിന്റെ വാല്യൂ 0 ആയിരിക്കും? ഐ സിയുടെ വാല്യൂ 0 ആയിരിക്കും. എക്സ് ആക്സ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഐ സിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷനിൽ ഐ സി 0 കൊടുത്തു കഴിഞ്ഞാൽ വി സി എന്ത് കിട്ടും? വി സി ഈക്വൽ ടു വി സി സി. നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. വി സി ഈക്വൽ ടു വി സി സി. വി സി സി ഇത്ര ക്വസ്റ്റ്യനില് 12 വോൾട്ട് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി വൈ ആക്സിലെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ വി സി 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ വി സി സി മൈനസ് ഐ സി ആർ സി ഈക്വൽ ടു 0. സോ ഐ സി ഈക്വൽ ടു എന്ത് വരും? വി സി സി ബൈ ആർ സി എന്ന് വരും. ഐ സി ഇസ് ഈക്വൽ ടു വി സി സി ബൈ ആർ സി. സോ ഇവിടെ ഒരു പോയിന്റ് വരും. ദാറ്റ് ഈസ് ഐ സി ആണ്. വി സി സി ബൈ ആർ സി ആണ്. സോ വി സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. ബൈ ആർ സി എത്ര? 1.2K. 1.2K ചെയ്ത് കഴിഞ്ഞാൽ 10 മില്ലി ആംബിയർ ആണ് വരിക. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 10 മില്ലി ആംബിയർ ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വാല്യൂ? 10 മില്ലി ആംബിയർ. 10 മില്ലി ആംബിയർ. ഇപ്പൊ 2 എൻ പോയിന്റ് കിട്ടിയല്ലോ. ഈ 2 എൻ പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കിട്ടും. ഈ സ്ട്രൈറ്റ് ലൈനിനെ പറയുന്ന പേരാണ് ഡി സി ലോഡ് ലൈൻ. സോ ദിസ് സ്ട്രൈറ്റ് ലൈൻ ഈസ് കോൾഡ് ദി ഡി സി ലോഡ് ലൈൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡി സി ലോഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്താണ്? ഡ്രോ ദ ലോഡ് ലൈൻ എന്നാണ്. അപ്പൊ നമ്മൾ ലോഡ് ലൈൻ വരച്ചു. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ 2 എൻ പോയിന്റ്. ഒന്ന് വി സി സി, രണ്ടാമത്തെ വി സി സി ബൈ ആർ സി. വി സി സി 12, വി സി സി ബൈ ആർ സി എന്ന് പറയുന്നത് എത്രയാണ്? 10. ഓക്കെ, സോ ലോഡ് ലൈൻ വരച്ചു ആൻഡ് മാർക്ക് ദി ക്യൂ പോയിന്റ്. അപ്പൊ ഈ ലോഡ് ലൈനിൽ നമ്മൾ എന്തും കൂടെ മാർക്ക് ചെയ്യണം? ക്യൂ പോയിന്റും കൂടെ മാർക്ക് ചെയ്യണം. ഈ ലോഡ് ലൈനിൽ നമ്മൾ ക്യൂ പോയിന്റും കൂടെ മാർക്ക് ചെയ്യണം. ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർഡേർഡ് പെയർ വി സി ഇ കോമ ഐ സി ആണ് ക്യൂ പോയിന്റ്. അപ്പൊ ഓർഡേർഡ് പെയർ വി സി ഇ കോമ ഐ സി. വി സി എന്താണ്? വി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.36 ആണ്. 6.36 വോൾട്ട് ആണ്. ഐ സി എത്രയാണ്? ഐ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ഐ സിയുടെ വാല്യൂ ഇപ്പൊ കണ്ടുപിടിച്ചേ ഉള്ളൂ നമ്മൾ. ഐ സിയുടെ വാല്യൂ 4.7 മില്ലി ആംബിയർ. സോ 4.7 മില്ലി ആംബിയർ. അപ്പൊ ഇതാണ് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ 6.36 ഏകദേശം നോക്കുക. അപ്പൊ ഇതാണ് 12. അപ്പൊ അതിന്റെ മിഡിലായിട്ട് ഈ ഏകദേശം ഈ ഭാഗത്തായിട്ട് എത്ര വരും? 6.36 വരും. 4.7 നോക്കുക. അറൗണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് എന്ത് വരും? 4.7 മില്ലി ആംബിയർ വരും. ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? നമ്മുടെ ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് നമ്മൾ എന്ത് വരിക? ക്യൂ പോയിന്റ് വരിക. സോ ദിസ് ഈസ് ദ
ക്യൂ പോയിന്റ്. ഇതാണ് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ക്യൂ പോയിന്റ്. എക്സ് കോമ വൈ വാല്യൂ, എക്സിന്റെ വാല്യൂ 6.36, വൈയുടെ വാല്യൂ 4.7 മില്ലി ആംപിയർ. അപ്പൊ ബി ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മൾ ലോഡ് ലൈൻ വരച്ചു, ആ ലോഡ് ലൈനിൽ നമുക്ക് കിട്ടിയ വാല്യൂ വെച്ചിട്ട് എന്ത് മാർക്ക് ചെയ്തു? ക്യൂ പോയിന്റ് മാർക്ക് ചെയ്തു. ക്ലിയർ ആണല്ലോ. ഇനി സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻസ് ഇഫ് ബീറ്റ ഇൻക്രീസസ് ടു 150? ബീറ്റ 150 ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഐ ബിയുടെ വാല്യൂവിൽ ചേഞ്ച് ഒന്നുമില്ല, ഐ ബി സെയിം ആണ്. ഐ സി തൊട്ടിട്ട് അങ്ങോട്ട് മാറും. ഐ സി ഈസ് ഈക്വൽ ടു എന്താണ്? ബീറ്റ ഐ ബി ആണ്. സോ ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ബി ആണ്. സോ ഐ സിയുടെ വാല്യൂ മാറും. സോ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ആണ്. ഇപ്പൊ ചേഞ്ച് ചെയ്തിട്ടുള്ള പുതിയ ബീറ്റ എത്രയാണ്? 150 ആണ്. സോ വാട്ട് ഈസ് ഐ സി? ഐ സി ഈസ് ബീറ്റ ഐ ബി. സോ ഐ സി ഈസ് ഈക്വൽ ടു ബീറ്റ 150 ഇൻറ്റു ഐ ബി. ഐ ബിയുടെ വാല്യൂ എത്രയാണ്? 47 മൈക്രോ ആംപിയർ. 47 മൈക്രോ ആംപിയർ. സോ 47 ഇൻറ്റു 10⁻⁻6 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 7 മില്ലി ആംപിയർ ആയിരിക്കും. വാല്യൂ എത്ര കിട്ടും? 7 മില്ലി ആംപിയർ. ഐ സി 4.7 മില്ലി ആംപിയറിന്ന് എത്രയിലേക്ക് മാറി? 7 മില്ലി ആംപിയറിലേക്ക് മാറി. ഓക്കെ, സോ ഐ സി മാറി. ഐ സി മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് മാറും? വി സി ഇ മാറും. കാരണം വി സിയുടെ എക്സ്പ്രഷനിൽ എന്തുണ്ട്? ഐ സി ഉണ്ട്. സോ വാട്ട് ഈസ് വി സി ഇ? വി സി സി മൈനസ് ഐ സി ആർ സി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടാം? വി സി ഇ കിട്ടും. സോ വി സി ഇ ഈക്വൽ ടു വി സി സി മൈനസ് 12 ആണ് വി സി സി മൈനസ് ഐ സി ആർ സി. ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മില്ലി ആംപിയർ ആണ്. സോ 7 ഇൻറ്റു 10⁻³ ഇൻറ്റു ആർ സി. ആർ സിയുടെ വാല്യൂ 1.2K ഇൻറ്റു 1.2 ഇൻറ്റു 10⁻³ 1.2K ആണ്. 1.2 ഇൻറ്റു 10⁻³ ചെയ്ത് കഴിഞ്ഞാൽ വി സിയുടെ വാല്യൂ 3.6 വോൾട്ട് കിട്ടും. 3.6 വോൾട്ട്. അപ്പോ ഐ സി മാറി, വി സി ഇ മാറി. ഐ സിയുടെ പുതിയ വാല്യൂ 7 മില്ലി ആംപിയർ ആണ്. വേണമെങ്കിൽ ഇതിന് ഐ സി ഡാഷ് എന്ന് എടുക്കാം. വി സിയുടെ പുതിയ വാല്യൂ വി സി ഡാഷ് എന്ന് എടുക്കാം 3.6. ദാറ്റ് മീൻസ് എന്ത് മാറി? ക്യൂ പോയിന്റ് ചേഞ്ച് ആയി. പുതിയ കോർഡിനേറ്റ്സ് ആണ്. പുതിയ ഐ സിയുടെ വാല്യൂ, പുതിയ വി സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ക്യൂ പോയിന്റ് ചേഞ്ച് ആയി. സോ ബീറ്റ മാറിക്കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് ചേഞ്ച് ആവും. നമ്മുടെ ഫിക്സഡ് ബയാസ് സർക്യൂട്ടിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് അത്. ഓക്കെ, സോ ബയാസിങ് സ്റ്റെബിലിറ്റി എന്താണ്? കുറവാണ്. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻസും ഇതിൽ ആൻസർ ചെയ്തു. ആദ്യത്തെ ക്വസ്റ്റ്യൻ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനാണ്, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ നമ്മൾ ലോഡ് ലൈൻ വരച്ചു, അതിൽ ക്യൂ പോയിന്റ് മാർക്ക് ചെയ്തു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ബീറ്റ മാറി. ബീറ്റ മാറിയപ്പോൾ പുതിയ കറന്റ് ഐ സിയുടെ വാല്യൂം വി സിയുടെ വാല്യൂം കണ്ടുപിടിച്ചു. ലോഡ് ലൈനിൽ ചേഞ്ച് സംഭവിക്കുന്നു. ലോഡ് ലൈനിലല്ല, ക്യൂ പോയിന്റിൽ ചേഞ്ച് സംഭവിച്ചു. അപ്പൊ ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതൊരു എസ്സേ സെക്ഷനിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.